നമ്മൾ നേരെ പോകുന്ന ഇടുക്കിയിലേക്കാണ്. ഇടുക്കി ജില്ലയിൽ വ്യാപക നാശമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായ അടൂർ മലയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. വീട്ടമ്മയായ സുമതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശ്രീധരൻ ആ സ്പോട്ടിൽ, അപകടമുണ്ടായ സ്പോട്ടിൽ നിന്നാണ് നമുക്കിപ്പോൾ തത്സമയം ചേരുന്നത്. വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് തൊട്ട് പുറകെ കാണാൻ സാധിക്കും. വലിയ രീതിയിൽ തന്നെയുള്ളൊരു ഉരുൾ പൊട്ടി ഈ ഭാഗത്തേക്ക്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവരുടെ വീടിന്റെ മുൻവശമാണ്, അവരുടെ വരാന്തയിലാണ് നിൽക്കുന്നത്. വീട് നിശേഷം തകർന്നു. ഇതിനകത്താണ് സുമതിയും ഭർത്താവും മകനും ഉൾപ്പെടെ അകപ്പെട്ടത്. പക്ഷേ ഭർത്താവിനെയും മകനെയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. സുമതിയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് പുറത്ത് എടുക്കാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ളൊരു അപകട ഭീഷണി ഇപ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഉരുൾപൊട്ടലിന്റെ ബാക്കിയായി ചെറിയ അരുവി പോലെ മുകളിൽ നിന്ന് രൂപപ്പെട്ട് വെള്ളം താഴേക്ക് വലിയ രീതിയിൽ തന്നെ ഒലിച്ചു വരുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയം ഇങ്ങോട്ടേക്കുള്ള ദുഷ്കരമായ യാത്രാമാർഗം എന്നുള്ളത് തന്നെയാണ്. JCB ഉൾപ്പെടെയുള്ളവ എത്തിച്ചെങ്കിലും മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ പ്രദേശം ഏതാണ്ട് അങ്ങനത്തെ ഒരു മലയോര മേഖലയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് രക്ഷാപ്രവർത്തനത്തിന് പോലും സാധിച്ചില്ല. പിന്നീടാണ് വടം കെട്ടി NDRF സംഘം ഇങ്ങോട്ടേക്ക് എത്തി ഈ മൃതദേഹം ഏറ്റവും ഒടുവിൽ എടുത്തത്. ഈ മേഖലയിൽ മറ്റ് വീടുകളില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. തോട്ടങ്ങളും അതുപോലെയുള്ള കൃഷിയിടങ്ങളുമൊക്കെയാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെ ഈ ഒരു വീട് മാത്രമാണ് ഇത്രയും മുകളിൽ ഉണ്ടായിരുന്നത്, ഈ അടൂർമല ഭാഗത്ത്. ആ വീട് നിശേഷം തകർന്നിരിക്കുന്നു. ദാരുണമായൊരു സംഭവം. മറ്റൊന്ന്, ഇടുക്കിയിൽ പല ഭാഗത്തും വലിയ രീതിയിൽ ഇപ്പോഴും മണ്ണിടിച്ചിലും മരം കടപുഴകി വീഴലുമൊക്കെയുണ്ട്. മഴയ്ക്ക് നേരിയ ഒരു ആശ്വാസമുണ്ട്. മഴ വിട്ടുനിൽക്കുന്നെങ്കിൽ പോലും വലിയ ഭീതിയോടെ തന്നെയാണ് മലയോര മേഖല കടന്നു പോകുന്നത്. അടിമാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായുള്ള മണ്ണിടിച്ചിലുകളുണ്ട്. എവിടെയും ആളപായമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. കനത്ത ജാഗ്രത. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തി സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും താഴെ നിന്ന് NDRF സംഘം കയറി വരുന്നത്. അവർ ഇങ്ങനെ കയറി വന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയെന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായൊരു കാര്യം. അതുതന്നെയാണ് ഒരു പക്ഷേ ഇവരെ പുറത്തിറക്കാൻ എത്രയും വൈകാനുള്ളതും. കാരണം ഈ ഭൂപ്രകൃതി അങ്ങനെ മാറിയിരിക്കുന്നു. ഇങ്ങോട്ട് എത്തിപ്പെടാൻ തന്നെ വലിയ പ്രയാസം. രാവിലെ നേരത്തെ തന്നെ 2 മണിക്ക് ഉരുൾപൊട്ടിയതാണ്. ഈ അപകട വിവരം അറിഞ്ഞപ്പോൾ മുതൽ അഗ്നിരക്ഷാസേനയും മറ്റ് ഈ യന്ത്ര സഹായമെല്ലാം തന്നെ ഇവിടെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ രീതിയിൽ ഈ ഭൂപ്രകൃതി ഇങ്ങനെയായി മാറിയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ആശ്വാസമുള്ളത് ഇവരുടെ ഭർത്താവും മകനും രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്.